ഇതാണ് ആദ്യത്തെ റസൂലിന്റെ ജോലി. ആ റസൂലിന്റെ ഈ സമൂഹത്തോട് പറയാൻ വേറെ വാക്കുകളില്ല. നമുക്ക് ഇന്ന് പറയാം, നിങ്ങൾ ചർച്ചയിൽ പോകാൻ പാടില്ല, നിങ്ങൾ അമ്പലത്തിൽ പോകാൻ പാടില്ല, നിങ്ങൾ കനൂസിൽ പോകാൻ പാടില്ല, നിങ്ങൾ ആ കാവി പോകാൻ പാടില്ല, ഈ ദൈവത്തിൽ പോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടായിത്തിറങ്ങി നൂഹ് നബി റസൂലാക്കി അയച്ചത് ആർക്ക് വേണ്ടി? ഏത് അമ്പലക്കാർക്ക് വേണ്ടി? ഏത് ചർച്ചക്കാർക്ക് വേണ്ടി? ഏത് മതക്കാർക്ക് വേണ്ടി? മുസ്ലിമീങ്ങളിൽ നിന്നും വഹീദീങ്ങളിൽ നിന്നും ഒരു വലിയ സമൂഹം ഖബറിനെ വെച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ തിരുത്തിക്കൊണ്ടാണ് നൂഹ് നബി റസൂലായിട്ട് വന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് ഒറ്റക്കായി കാര്യം പറഞ്ഞു, കൂട്ടമായിട്ട് പറഞ്ഞു. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കൂട്ടത്തില് ഭൂരിപക്ഷം ജനങ്ങളും ആ വഴിക്ക് സഞ്ചരിച്ചു. 100% ജനങ്ങളും ആ വഴിക്ക് സഞ്ചരിച്ചു. ആരുമില്ലാത്തൊരവസ്ഥ വന്നു. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ്, ഒരാളും അനുസരിക്കുന്നില്ല അല്ലാഹ്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ വിരല് ചെവിയിലിട്ടിട്ട് കേൾക്കുന്നില്ല. അവർ ചിലപ്പോൾ മുഖത്ത് തുണിയിട്ടിട്ട് പോയി കളയുന്നു. ഞാൻ പറയുന്നവരെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. ഇവിടെ അല്ലാഹു തആല, ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാം കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹ്, ഈ ഭൂമിയിൽ കാഫിരീങ്ങൾ ആരും വേണ്ട പഠിച്ചവനെ. ഇവിടെ ആദം നബിന്റെ മക്കളിലെ 13ാമത്തെ തലമുറ വരെയുള്ള ഒരു ഘട്ടമാണ് നാം കഴിഞ്ഞു പോകുന്നത്. ആദ്യത്തെ റസൂലാണ് നൂഹ് നബി. ആ റസൂല് തന്നെ പൂർവികന്മാരായ ആദം നബിന്റെയും ഇദ്രീസ് നബിന്റെയും ശീശി നബിന്റെയും കാലഘട്ടത്തിൽ പേരക്കുട്ടികൾ പ്യൂർ മുസ്ലിമായി വന്നിട്ട് നൂഹ് നബിന്റെ നാവ് കൊണ്ട് കാഫിരീങ്ങളെ ബാക്കി വെക്കണ്ടെന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് ആ കാഫിരീങ്ങൾ പറഞ്ഞത്? തീർച്ചയായും ഈ ഖബറിലെ മഹത്തുക്കളെ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ മെനക്കെട്ടവരെ പറ്റിയാണ് കാഫിർ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ എന്താണ് വേറെ ഏത് ദൈവമാണെന്ന് കാലഘട്ടത്തിൽ ചരിത്രത്തിലുള്ളത്? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, കാലഘട്ടത്തിന്റെ ചരിത്രം ഇനി അങ്ങോട്ട് പരിശോധിക്കുകയും, വെള്ളപ്പൊക്കത്തിന് ശേഷം കപ്പലിറങ്ങിയത് 100% മുസ്ലിമീങ്ങൾ, 100% മുവഹിദീങ്ങൾ. നൂഹ് നബിന്റെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കപ്പലിറങ്ങിയത് 100% മുഅ്മിനീങ്ങൾ. അവർക്ക് പെരുകിയ മക്കൾ 100% മുഅ്മിനീങ്ങൾ. ആ തലമുറയിൽ 3000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി പ്രവാചകനായിട്ട് വരുന്നത്. ആ ഇബ്രാഹിം നബി വരുമ്പോൾ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല. എവിടെ പോയി? ഇബ്രാഹിം അലൈഹിസ്സലാം പുതുതായിട്ടൊരു മതത്തെ അഭിമുഖീകരിക്കുകയായിരുന്നോ? അതോ പരമ്പരാഗതമായി മുസ്ലിമീങ്ങളിൽ നിന്ന് മഹത്തുക്കളെ വെച്ചുകൊണ്ട് അള്ളാഹ്ക്ക് പകരം നിർമ്മിച്ചവരെ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ മെനക്കെടുകയായിരുന്നോ? ഇബ്രാഹിം നബിയുടെ ചരിത്രം ചോദിക്കാൻ പറ്റില്ല നമുക്ക്. എന്നിട്ട് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മക്കത്ത് കൊണ്ട് പാർപ്പിച്ചു. ഹാജറ ബിബിയും മക്കത്ത് താമസിച്ചു. ഖുറൈശി കൂട്ടം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടികളാണ്, ഇസ്മായിൽ നബിന്റെ പേരക്കുട്ടികളാണ്. അബൂജഹൽ ഇബ്രാഹിം നബിന്റെ മോന, ഉത്ബത്ത് ഇബ്രാഹിം നബിന്റെ മോന, ഷൈബത്ത് ഇബ്രാഹിം നബിന്റെ മോന. പരമ്പരാഗതമായി അംബിയാ മുർസലീങ്ങളെ പേരക്കുട്ടികളാണ് ഖുറൈശികൾ, മക്കത്തെ മുശ്രിക്കീങ്ങൾ. അവർ ഇസ്മായിൽ നബിന്റെ തറവാട്ടുകാരാണ്. അവർക്ക് ഉപ്പാപ്പ ഇബ്രാഹിം നബിനെ അറിയാം, അവർക്ക് ഉപ്പുപ്പ ഇസ്മായിൽ നബിനെ അറിയാം, ഉമ്മുമ്മ ഹാജറ ബീവി അറിയാം, അവർ സ്ഥാപിച്ച അള്ളാഹിനെയും അറിയാം, ആ അള്ളാഹിന്റെ വീടായ കഅബത്തെയും അറിയാം. എന്നിട്ടും അവരിലേക്ക് മുഹമ്മദ് മുസ്തഫ പ്രവാചകനായി വരാൻ കാരണം എന്താണ്? അള്ളാഹിനെ അവർക്കറിയാം, കഅബ അവർക്കറിയാം, സംസം വെള്ളം എന്താണെന്ന് അവർക്കറിയാം, സഫയും മർവയും എന്താണെന്ന് അവർക്കറിയാം, ഇബ്രാഹിം നബി ആരാണെന്ന് അവർക്കറിയാം, ഇസ്മായിൽ നബി നമ്മുടെ ഉപ്പാപ്പ എന്ന് അവർക്കറിയാം. ഇതിൽ അവർ ഊറ്റം കൊള്ളാറുണ്ട്, ഇതിൽ അവർ അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷെ മുഹമ്മദ് മുസ്തഫ പ്രവാചകനായിട്ട് വരാൻ കാരണം എന്താണ്? ഇതെല്ലാം മനസ്സിലായിട്ടും അവർ അല്ലാഹുവിന്റെ റസൂല് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എന്തുകൊണ്ടാ? അള്ളാഹിനെ മനസ്സിലായിട്ടും, കഅബത്തെ മനസ്സിലായിട്ടും, പിന്നെ സംസം കിണർ മനസ്സിലായിട്ടും അവർക്കറിയാം ഖുറൈശി കൂട്ടം ചില്ലറക്കാരല്ല. അവരുടെ മൂക്കിന്റെ താഴിലാണ് ആദിന്റെയും ഇറമിന്റെയും നാശം കിടക്കുന്നത്. അവരുടെ മൂക്കിന്റെ താഴിലാണ് സമൂദിന്റെ സാമ്രാജ്യമുള്ളത്. അവരുടെ മൂക്കിന്റെ താഴിലാണ് ഫിറഔന്റെ സാമ്രാജ്യവും ഉള്ളത്. അവരുടെ മൂക്കിന്റെ താഴിലാണ് കാറൂന്റെ സാമ്രാജ്യം ഉള്ളത്. ഇന്ത്യക്കാരും കേരളക്കാരുമായി നമ്മളെ പോലെയല്ല ഖുറൈശികൾ. നമ്മൾ ആദിവാസികളിൽ നിന്ന് മതം മാറി വന്നവരാ. അവര് പരമ്പരാഗതമായി പ്രവാചകന്മാരെ മക്കളാ. ചിലർ പ്രസംഗിക്കുന്ന കേൾക്കാം, അവർക്ക് അള്ളാഹിനെ അറിയില്ല, കഅബത്തിന്റെ ഉള്ളിൽ മണ്ണോണ്ടുണ്ടാക്കിയ രൂപ അള്ളാഹ് തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയാണ് അവർ അള്ളാഹ്ന്ന് വിളിച്ചത്. അവർക്ക് എന്താ സുഹൃത്തുക്കളെ ഇതൊക്കെ? ഖുറൈശികൾ ആരാന്നാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അഖുറൈശികളിലൊക്കെ മന്ദബുദ്ധികളായ ആദിവാസികളിലേക്കല്ല റസൂലുള്ളാഹി തങ്ങൾ നബിയായി വന്നത്. മറിച്ച് ചരിത്രത്തിന്റെ നിർണായകമായ ഘട്ടം സ്വീകരിച്ച ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ചരിത്രത്തിലെ രാഷ്ട്രീയ രംഗത്തും സാഹിത്യ രംഗത്തും സാമൂഹ്യ രംഗത്തും കുടുംബ രംഗത്തും അത്യുന്നത നിലവാരം പുറത്തൊരു സമൂഹത്തിലേക്കാണ് മുഹമ്മദ് മുസ്തഫ